ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നെ ഞാനിങ്ങ് കിട്ടിയാലോ? എനിക്ക് നല്ലപോലെ അറിയാലോ. തനിക്കും എന്നെ അറിയാം. അറിയാം. കുഞ്ഞോളാണെങ്കിൽ ഇത് മുന്നിൽ നിന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുക. ആ പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണവുമില്ല. നിരു, ഞാനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ കുറ്റം പറയുമല്ലോ. ആ, എന്തെങ്കിലും ഒരു വഴി നീ കൂടി ആലോചിക്കുക. ചിലപ്പോ ഒറ്റ ബുദ്ധിക്ക് ഓണത്താണെങ്കിലോ. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കോ കൂടി ഇരുന്ന് ആലോചിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ കാര്യം നടക്കണം. അർജുൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മകളെ ആയിരിക്കണം. അല്ലെങ്കിൽ അവൻ കെട്ടണ്ട, അവനവിടെ നിൽക്കട്ടെ. അണ്ണ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ കാര്യമായിട്ട് അന്വേഷിച്ചു. ഏത് കാര്യം? മറ്റേ ലവനെ ലവളെ പറ്റിയേ അത് ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. ഓ, മറ്റേ കാര്യം എന്നിട്ട് പറ. അണ്ണാ, ആൾ അതാണെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ അണ്ണൻ തന്ന ഫോട്ടോയിട്ട് നല്ല രൂപസാദൃശ്യമുണ്ട്. നിങ്ങൾ ഇവിടം വരെ ഒന്ന് വന്നാ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ നമ്മുടെ വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിക്കടുത്ത്. ആ വളവില്ലേ, ഓട്ടോ സ്റ്റാൻഡേ, ആ കാർ പാർക്കിങ്ങിന്റെ അടുത്ത്. നീ ഏതെങ്കിലും സ്ഥലം ഉറപ്പിച്ച് പറ. അണ്ണാ, ഞാൻ പോലീസ് സ്റ്റേഷന്റെ അടുത്തുണ്ട്. നീ എവിടെ നിൽക്കേ? ഞാൻ ഇപ്പൊ ഇതിന് അങ്ങോട്ട് വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, ശരി. നിരു, ഒരു കാര്യമുണ്ട്. ഈ കുറിപ്പ് പറഞ്ഞത് സത്യമാണെങ്കിൽ അർജുന്റെ വിവാഹം മുടക്കാൻ നീ ഇനെ ആലോചിക്കണ്ട. മുടക്കി കഴിയുന്നേ. ഞാനൊന്ന് പുറത്തു പോയിട്ട് പറയേണ്ട താമസം. എല്ലാം ഞാൻ കരുതുന്നത് പോലെ നടക്കാൻ നീ പ്രാർത്ഥിക്കുക. എടോ ഡ്രൈവർ വയ്യ, വിവാഹ നിശ്ചയത്തിലുള്ള മോതിരം ജൂവലറിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോയി വാങ്ങിച്ചോണ്ട് വാ. അത് വാങ്ങിച്ചോണ്ട് വരാൻ എന്നോട് പറഞ്ഞില്ലല്ലോ ആരും. സത്യം പറ, തന്നോട് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞത്? എന്നോടാ പറഞ്ഞത്. അങ്ങനെ വഴിക്കുവാ. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലല്ലോ, അപ്പൊ താൻ തന്നെ പോണം. കാറിൽ ചെന്നാലേ മോതിരം തരുള്ളൊന്നുമില്ല. താൻ ബസ്സിൽ കയറി പോയാലും മതി. അങ്ങനെ പറയല്ലേ ചക്കരെ. എനിക്ക് കൈമുട്ടിനും കാൽമുട്ടിനും ഒക്കെ ഭയങ്കര വേദനയാ. പിന്നെ അട്ടലിന്റെ വേദന വേറെ. കുറച്ച് നടക്കുമ്പോ കാലൊക്കെ ഭയങ്കര വേദനയാ. അതല്ലേ തന്നോട് പറഞ്ഞത്. മുത്തശ്ശിയുടെ കയ്യിലെ നല്ല തൈലിരിപ്പുണ്ട്. അത് വാങ്ങിയിട്ട് തടവിയിട്ട് കാല് നീട്ടി വെച്ച് തെക്കോട്ട് നേരെ നടന്നാ മതി. ഞാൻ പറഞ്ഞാ താൻ കേക്കൊന്നു ഞാൻ കരുതിയ. ഇനിയിപ്പൊ ഞാൻ തന്നെ പോവാ. നിക്ക്. കൈക്കും കാലിനൊക്കെ വേദനയല്ലേ? ഞാൻ പോയിട്ട് വരാം. പിന്നെ ഈ ഇടവൊന്നും എന്റെ അടുത്തെടുക്കണ്ട, ചെലവാവില്ല. പറഞ്ഞേക്കാം. തന്റെ കല്യാണത്തിന് ഞാൻ നടന്നു പോയി മോതിരം വാങ്ങിച്ചോണ്ട് വരാം. എന്താ പോരെ? നല്ല പ്രായമുണ്ടല്ലോ, കെട്ടാനൊന്നും ഉദ്ദേശമില്ലേ? താൻ പെണ്ണൊക്കെ നോക്കി തുടങ്ങിയോ? ഇല്ല, മനസ്സിലാണെങ്കിൽ ഒരു കോന്തി വരട്ടെ, അപ്പൊ നോക്കാം. ഞാൻ നല്ലൊരു പെണ്ണിനെ നോക്കട്ടെ. അല്ല, തനിക്ക് പറ്റിയ കൊറേ കുട്ടികളുണ്ട് നാട്ടില്. പിന്നെ അന്ന് പറഞ്ഞ സങ്കല്പങ്ങളെല്ലാം കിട്ടില്ല, 2-3 കുറയും. കുഴപ്പമില്ലെങ്കിൽ നോക്കാം. താൻ നോക്കണ്ട. തനിക്കും കല്യാണ പ്രായമൊക്കെ ആയല്ലോ, താൻ നോക്കുന്നില്ലേ? നമ്മളെയൊക്കെ ആർക്ക് വേണം? ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളുള്ളപ്പോ ഈ ദാവടിയൊക്കെ കൊടുത്ത് നടക്കുന്ന എന്നെയൊക്കെ ആര് നോക്കാനാ?
എനിക്കൊരു വിവാഹം ഉണ്ടോന്ന് എന്നെ അറിഞ്ഞൂടാ. അത്രയും വിശാല മനസ്കനൊരുത്തം വരുന്നവരെ ഈ നിപ്പ് തന്നെ നിൽക്കും. ചിലപ്പോ ഈ ജീവിതത്തിൽ കല്യാണമേ കാണില്ല. വിധി, അല്ലാതെ എന്തു പറയാനാ. അങ്ങനെ ഒരു വിശാല മനസ്കൻ വന്നാലോ? ഉം. ഉം. തന്നെ ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വന്നാൽ ഓക്കെ അല്ലേ? അങ്ങനെ എന്നെ കൂടുതൽ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ വന്നാ അപ്പൊ നോക്കാം. ഇല്ലടോ, അങ്ങനെ എന്റെ സ്വഭാവത്തിന് പറ്റിയ ഒരാളെ കിട്ടാനും പാടാ. പിന്നെ പറയാനും പറ്റില്ല, ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വന്ന് ചിലപ്പോ ചാടും. അപ്പൊ നോക്കാം. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. തന്നെ ഞാനിങ്ങ് കിട്ടിയാലോ? എനിക്ക് നല്ലപോലെ അറിയാലോ. തനിക്കും എന്നെ അറിയാം. അറിയാം, തന്നെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അത് വേണ്ട. തന്നെ പോലൊരു കിഴങ്ങൻ ഭർത്താവിനല്ല എനിക്ക് വേണ്ടത്. ഞാൻ കിഴങ്ങനല്ല, നല്ല സ്മാർട്ട് അല്ലേ? എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നില് പോലും താൻ ഓക്കെ അല്ല. എനിക്ക് ആരും വരില്ലെന്ന് കരുതി ഏതെങ്കിലും ഒരുത്തനെ കെട്ടാൻ പറ്റുമോ? ഈ ലോകത്തെ എല്ലാ ആണുങ്ങളും മരിച്ചു പോയിട്ട് താൻ മാത്രം അവശേഷിച്ച പോലും തന്നെ എനിക്ക് വേണ്ട. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ? താൻ വിഷമിക്കണ്ട. താനേ എന്നോട് തമാശയായിട്ടൊരു കാര്യം പറഞ്ഞു, ഞാൻ തമാശയായിട്ടൊരു ഉത്തരം പറഞ്ഞു. അത്രേ ഉള്ളൂ. താൻ പോയി മോതിരം വാങ്ങിച്ചോണ്ട് വാ. ഹലോ ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തായി? ചേച്ചി അതിന് പറ്റിയില്ല. മണിമാലയുടെ ആ പടം ഇവിടെ മാഡത്തിന്റെ കയ്യിലാ. അവരത് എവിടെയാ വച്ചിരിക്കുന്നെന്ന് എനിക്ക് അറിയില്ല. അവരുടെ മുറിയിൽ എവിടെയെങ്കിലും കാണും. നീ അവിടെ കയറി നോക്ക്. അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ചിന്നു ഞാനിത് നിന്നോട് പറയുന്നേ. എനിക്കത് കിട്ടിയേ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ചേച്ചി. ശ്രമിച്ചു നോക്കിയാ പോരാ, എനിക്കത് വേണം. അറിയാലോ ഞാൻ ഇത്രയും കൊണ്ടെത്തിച്ച പാട്. അത് മണിമാലയുടെ പേരിൽ നഷ്ടപ്പെടുത്താൻ ഞാൻ എന്തായാലും തയ്യാറല്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അതിന്റെ ഫോട്ടോ എനിക്ക് വേണം ചിന്നു. ഇനി സമയമില്ല, അതുകൊണ്ടാ മോളെ. എവിടെന്നെങ്കിലും അതിന്റെ ഫോട്ടോ നീ സംഘടിപ്പിച്ച് തന്നേ പറ്റൂ. ദേ ഇന്ന് വൈകിട്ട് ഞാൻ വിളിക്കുമ്പോ അതെനിക്ക് വേണം. പിന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്റെ വിധം മാറും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട.